കാര്യങ്ങളാണ് പറയുന്നത്. അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. ആദ്യമായി ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തുടർന്നുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കും. അതിൽ ഓളുന്നൊരു വിഭാഗം തൊട്ട് വയ്ക്കണം. സാമ്പത്തിക ഭദ്രത കൈവരിക്കും. അതായത് ഇത്രയും നാൾ സാമ്പത്തികത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് കുറഞ്ഞു കിട്ടും. ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം. അത് ചിട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് കിട്ടാൻ സാധ്യതയുണ്ട്. ആഡംബര വസ്തുക്കൾക്കായി പണം ചിലവ് ഉണ്ടാകും. അപ്പോൾ അത് കുറച്ചൊക്കെ ശ്രദ്ധിച്ച് ചിലവാക്കുക. ആഗ്രഹിച്ചിരുന്ന ജോലിക്ക് നിയമന ഉത്തരവ് ലഭിക്കും. അതായത് എന്തെങ്കിലും ജോലി ആഗ്രഹിച്ചിരുന്നോ അല്ലെങ്കിൽ പരീക്ഷയൊക്കെ എഴുതിയിരിക്കുവാണ്, PSC ഒക്കെ എഴുതിയിരിക്കുമായിരുന്നെങ്കിൽ നിയമന ഉത്തരവ് ലഭിക്കാവുന്നൊരു സമയമാണ് ഈ വർഷം. കുടുംബത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ വിട്ടൊഴിയും. എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഒന്ന് വിട്ടൊഴിയുന്നതായിട്ടാണ് കാണുന്നത്. സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. കല്യാണമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു മക്കൾക്കെങ്കിൽ അതൊക്കെ തീരുമാനത്തിലാകും. വിവാഹം നടക്കും. ജീവിത പങ്കാളിക്ക് സർക്കാർ തല ബഹുമതി ലഭിക്കും. അതായത് ഭാര്യയ്ക്കോ ഭർത്താവിനോ ജീവിത പങ്കാളി അതാരായാലും അവർക്ക് സർക്കാർ തല ബഹുമതി ലഭിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഗവേഷണ രംഗത്ത് അന്തർദേശീയ തലത്തിൽ അംഗീകാരം ലഭിക്കും. ശാസ്ത്രത്തിലൊക്കെ ബിരുദമൊക്കെ എടുത്ത് ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ, ഗവേഷണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അന്തർദേശീയ തലത്തിൽ അംഗീകാരം ലഭിക്കും. മാതൃസ്വത്തിൻ്റെ വീതം ലഭിക്കും. അതായത് അമ്മയുടെ സ്വത്തിൻ്റെ വീതം ലഭിക്കും. കുറച്ചും കൂടി പറഞ്ഞാൽ, അതായത് കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ചൊരു വർഷമായിരിക്കുമെന്നാണ് കുറച്ചുകൂടി പറഞ്ഞാൽ നമുക്കിത് പറയാൻ ഇരിക്കുന്നത്. കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യം പഴയതിനേക്കാൾ നന്നായിട്ടുണ്ടാവും. പഴയ വാഹനമൊക്കെ മാറ്റിയിട്ട് പുതിയതൊക്കെ വാങ്ങാനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അതായത് ആരോഗ്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു മനസ്ഥിതിയുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സഹൃദയനായതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രവൃത്തികളിലൊക്കെ ഏർപ്പെടും. അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ, അതായത് സുഹൃത്തുക്കൾക്കൊക്കെ അത് ചിലപ്പോൾ ഒരു ഇഷ്ടക്കേടിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. പിന്നെന്താ പറയുക, മറ്റുള്ളവരെ ചതിക്കാൻ ഒരിക്കലും നിങ്ങൾക്ക് സാധിക്കില്ല. ഈ രേവതി നക്ഷത്രക്കാർക്ക് സാധിക്കില്ല. കുറച്ചുകൂടി ഗുണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് നമുക്കുള്ള ഗുണങ്ങൾ കുറച്ചുകൂടി ലഭിക്കുന്നതിന് നമുക്ക് നമ്മളുടെ ദോഷങ്ങൾ മാറുന്നതിന് ശിവഭജനം നടത്തുന്നത് നന്നായിരിക്കും. ശിവന് കൂവളമാലയോ അല്ലെങ്കിൽ മറ്റേ പുറകുവിളക്കൊക്കെ ചെയ്യും. പുറകുവിളക്ക് ദേവിക്കാണ്. ശിവന് കൂവളമാല തന്നെയാണ് ഏറ്റവും നല്ല ധാരയോ അതൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. പക്കപ്പിറന്നാളുകൾ തോറും ശിവക്ഷേത്രത്തിൽ പോവുകയോ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോവുകയോ തങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ നടത്തുകയോ ചെയ്യുന്നത് നന്നായിരിക്കും. പാൻപായ ദൈവം പാതി എന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് ചെറിയ കാര്യങ്ങളായിട്ട് പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവർക്ക് നന്ദി, നമസ്കാരം.